നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നിന്ന് ഇന്റർ മയാമി പുറത്തായി. സ്വന്തം മൈതാനത്ത് 1-1 സമനില. മെസ്സി ഗോളടിച്ചു, പക്ഷേ സ്വന്തം മൈതാനത്ത് സമനില ഗോൾ വഴങ്ങി എവേ ഗോളിൻ്റെ ആനുകൂല്യത്തിൽ നാഷ്വിൽ FC ഇതാ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറ്റവും വലിയ ലക്ഷ്യമായി അവർ പ്രഖ്യാപിച്ചത് കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിലെ കിരീടമായിരുന്നു. ഓർഗെ മാസൊക്കെ പലവട്ടം അത് പറഞ്ഞതാണ്. പക്ഷേ ക്രാഷ് ഔട്ടായിരിക്കുന്നു റൗണ്ട് ഓഫ് 16. അതായത് അവർ കളിച്ച ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരിക്കുന്നു എന്നർത്ഥം. ആദ്യ പാദം ഗോൾ രഹിത സമനിലയായിരുന്നു, രണ്ടാം പാദം 1-1 സമനില. കളിയിൽ ഇന്റർ മയാമിക്ക് വേണ്ടി 7ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സി ഗോൾ അടിച്ചു. മനോഹരമായ ഗോളായിരുന്നു റെഗുലൻ്റെ അസിസ്റ്റിൽ നിന്ന്. ആ ഗോള് അദ്ദേഹത്തിൻ്റെ കരിയറിലെ 900 ഗോളായി മാറി, 900ാമത്തെ ഗോളായി മാറി. പക്ഷേ വിജയിക്കാനുള്ള ഒരു വിധിയുണ്ടായില്ല എന്ന് പറയണം. 900 ഗോളടിച്ച ആ മൈൽ സ്റ്റോൺ വന്ന മത്സരത്തിൽ മെസ്സിക്ക് സന്തോഷമില്ല എന്നർത്ഥം. ഇടവേള സമയത്ത് ഏകപക്ഷീയമായൊരു ഗോളിന് ഇന്റർ മയാമി മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ എസ്പിനോസ 74ാമത്തെ മിനിറ്റിൽ നാഷ്വിൽ FCക്കായിട്ട് ഗോളടിച്ചു. എന്താണ് ഇന്റർ മയാമിയുടെ ഡിഫൻഡർമാർ ചെയ്തു കൂടുന്നത്? സ്വന്തം ഗോൾ കീപ്പർ സെൻക്ലെയറിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് ആ ബോൾ പഞ്ച് ചെയ്ത് അകറ്റാനൊന്നും വേണ്ടവത്ത് പറ്റാതെയും പോയി. ഏതായാലും 1-1 സമനില. ഈ കളിയുണ്ടല്ലോ, ഇന്റർ മയാമി വളരെ ഓഫുള്ളായിട്ടുള്ളൊരു പെർഫോമൻസാണ് നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവരുടെ ജർമ്മൻ ബെർട്രൈം ശരിക്കും പറഞ്ഞാൽ മയാമിയിലൊരു ബിഗ്ഗസ്റ്റ് ഫെയിലിയറായിട്ട് മാറുകയാണോ എന്ന ചോദ്യം പോലും ഉയരുകയാണ്. അതുപോലെ തന്നെ ടീമിൽ മെസ്സി ഒഴികെ മറ്റാർക്കും വിജയിക്കണമെന്നുള്ളൊരു ത്വരയില്ലാത്ത പോലെ കളിക്കുന്ന പോലെ തോന്നി. കോച്ച് മഷ്റാനോയുടെ ഭാഗത്തു നിന്നും മറ്റു താരങ്ങളുടെ ഭാഗത്തു നിന്നും പുവർ ആയിട്ടുള്ള ഡിസിഷൻസും പെർഫോമൻസുമാണ് വന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മയാമി ഇപ്പോൾ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.